ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ അച്ഛനെ പറ്റിയാണ്. അച്ഛൻ്റെ ജന്മസ്ഥലം തിരുവനന്തപുരത്ത് മണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അച്ഛൻ തെക്കേയറ്റത്തും അമ്മ ആലപ്പുഴ മാന്നാത്തും. എത്ര വ്യത്യാസമുണ്ട്, എത്ര ദൂരമുണ്ട്, പോയി വരാൻ തന്നെ എത്ര ദൂരമുണ്ടെന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയായിരുന്നു അവരുടെ രണ്ടറ്റങ്ങളിലുള്ള വിവാഹമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഒരാൾ തെക്കേയറ്റത്തും ഒരാൾ നടുക്കും. വടക്കുമല്ല തെക്കുമല്ലാത്തതിനെ നടുക്ക് അമ്മയും തെക്കച്ഛനും. ഇങ്ങനെയായിരുന്നു അമ്മയെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത്. അച്ഛനെന്ന് പറഞ്ഞാൽ ഒരു പൊക്കമൊക്കെ കുറഞ്ഞ്, വലിയ പൊക്കമൊന്നുമില്ല, അച്ഛനും അമ്മയ്ക്കും ഒരുപോലുള്ള പൊക്കമായിരുന്നു. പിന്നെ പറ്റെ വെട്ടിയ തലമുടി, മീശയൊന്നും വെച്ച് ഞാൻ കണ്ടിട്ടില്ല അച്ഛനെ. അച്ഛൻ മീശയൊന്നും വെക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ലായിരുന്നു. പിന്നെ വെളുത്ത മുണ്ടും വെളുത്ത ഷർട്ടും, വെള്ള ഷർട്ടേ കണ്ടിട്ടുള്ളൂ, വേറെ ഷർട്ടൊന്നും വെട്ടി ഞാൻ കണ്ടിട്ടില്ല. അത് ഫുൾ കൈ ഷർട്ടായിരിക്കും എപ്പോഴും ധരിക്കുന്നത്. അത് മടക്കി 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 മേളോട്ട് കൊണ്ടുവന്ന് മുട്ടിൻ്റെ അവിടെ വരുമ്പോൾ മടക്കി നിർത്തൽ തീർക്കും. പിന്നെ അതിനെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി മുണ്ടൊക്കെ ഒന്ന് കുടഞ്ഞൊക്കെ ഒന്ന് ഉടുത്ത് കുട്ടപ്പനായിട്ട് ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട്, എന്നും ചന്ദനം തൊടും, ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഒരാളായിരുന്നു. നല്ല വെളുപ്പായിരുന്നു, കണ്ടാൽ തോന്നും ഒരു ബ്രാഹ്മണാന്ന്. അങ്ങനെ നല്ല വെളുത്ത കളറായിരുന്നു. അങ്ങനായിരുന്നു എൻ്റെ അച്ഛൻ്റെ രൂപം. വീട് തിരുവനന്തപുരത്ത് മണക്കാട്, ഞാൻ പറഞ്ഞല്ലോ. അച്ഛൻ്റെ വീട്ടിൽ അച്ഛനൊരു ചേട്ടനുണ്ട്, അച്ഛനൊരു പെങ്ങളുണ്ടായിരുന്നു. അച്ഛനെ സ്നേഹപൂർവ്വം അച്ഛൻ്റെ വീട്ടുകാർ അച്ഛനെ വീട്ടിൽ വിളിക്കുന്ന പേരായിരുന്നു അപ്പു. അച്ഛൻ്റെ പെങ്ങളെ ഞങ്ങൾ അപ്പച്ചി എന്നല്ല വിളിക്കുന്നത്, തിരുവനന്തപുരം സ്ഥാനത്തിൻ്റെ വിളി അനുസരിച്ച് അമ്മാവി എന്നാണ് വിളിക്കുന്നത്. അമ്മാവിക്ക് നല്ല തടിയുള്ള, വിവാഹമൊന്നും കഴിക്കാത്ത ഒരാളായിരുന്നു. വല്യച്ഛന് ഒരു മോനുണ്ടായിരുന്നു. ആ മോന് വിവാഹം കഴിച്ച് മോനും മോൻ്റെ ഭാര്യയും മക്കളും വല്യച്ഛനും അമ്മാവിയും കൂടാണ് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്, തിരുവനന്തപുരത്ത് മണക്കാട്. അച്ഛൻ്റെ വീടെന്ന് പറഞ്ഞാൽ എത്ര സുന്ദരമായ വീടായിരുന്നു. വലിയ സാമ്പത്തിക ശേഷിയൊന്നും അമ്മയുടെ അത്രയും അച്ഛനില്ലായിരുന്നു. എന്നാലും തരക്കേടില്ലാത്ത ഒരു വീടും കുറച്ച് വസ്തുക്കളുമുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാലോ നല്ല നമ്മുടെ പ്ലെയിൻ എയറോഡ്രോമിൻ്റെ അടുത്തായിരുന്നു അച്ഛൻ്റെ വീട്. പ്ലെയിൻ ഇങ്ങനെ താഴേക്കൂടെ പോകുന്നത് കണ്ട് നോക്കി നിൽക്കുക, നല്ല രസമാണ്. അവിടെ മുറ്റത്തിറങ്ങിയാലും മുറ്റത്തെ മണ്ണോ നല്ല പഞ്ചസാര പോലത്തെ മണ്ണ്. പിന്നെ ശംഖുമുഖം കടപ്പുറം അടുത്ത് തന്നെ. അവിടെ നല്ല തിരകളുടെ എരമ്പുന്ന സൗണ്ട്. സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കാതോർത്ത് കഴിഞ്ഞാൽ ശരിക്കും കേൾക്കാൻ പറ്റുമായിരുന്നു. അച്ഛൻ്റെ വീട്ടിൽ പോയാൽ നേരെ പറയും, ശംഖുമുഖത്ത് വാച്ചാ, ശംഖുമുഖത്ത് കൊണ്ടുപോകും, ശംഖുമുഖത്ത് കൊണ്ടുപോകുമെന്നും പറഞ്ഞ് അച്ഛൻ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ വീട് അവിടെയാണെങ്കിലും അച്ഛന് സാമ്പത്തികമായിട്ട് വലിയ കഴിവുകളൊന്നും ഇല്ലായിരുന്നു. എന്നാലും അച്ഛൻ നല്ലപോലെ പഠിച്ചു. വിദ്യാഭ്യാസം അന്ന് വിദ്യാഭ്യാസത്തിൽ അച്ഛൻ നല്ല ഉയർച്ചയിലായിരുന്നു. കാരണം അച്ഛൻ അന്നത്തെ പഴയ കാലത്ത് അച്ഛന് 10ാം ക്ലാസ് പാസ്സായ ആളാണ്. പിന്നെ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുണ്ട്, ലോവർ ഹയറും ഒക്കെ പാസ്സായിട്ടുണ്ട്. അതൊക്കെ അച്ഛൻ പറഞ്ഞു തന്ന കഥകളാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ വിദ്യാസമ്പന്നനായിരുന്നു. അച്ഛന് പാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അരിയുടെ ഒരു വലിയ ഫാക്ടറി ഉണ്ടായിരുന്നു. ഗോഡൗണും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഗവൺമെൻറ്റിന് തന്നെയായിരുന്നു. അവിടെയായിരുന്നു അച്ഛന് മാനേജരായിട്ട് പോസ്റ്റിൽ ജോലി കിട്ടിയത്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് അച്ഛൻ നേരെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ അപേക്ഷ കൊടുത്ത് സെക്രട്ടേറിയറ്റിൽ ജോലിക്ക് കയറി. അവിടെ ആദ്യം ക്ലർക്ക് പോസ്റ്റിലാണ് കിടന്നത്. അത് കഴിഞ്ഞ് അച്ഛന് മുകളോട്ട് പ്രൊമോഷൻ കിട്ടി. അച്ഛൻ നല്ലൊരു സ്ഥാനത്തെത്തിയാണ്. അച്ഛൻ്റെ റിട്ടയർ ആയത് നല്ലൊരു സ്ഥാനത്തിരുന്നുകൊണ്ടാണ്. അച്ഛന് പെൻഷനും ഒക്കെ നല്ലതായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെയായിരുന്നു അച്ഛൻ്റെ ജീവിതം. അപ്പം പഠിത്ത കാര്യത്തിൽ അച്ഛനും കുറവില്ലായിരുന്നു, അമ്മയും കുറവില്ലായിരുന്നു. ഞങ്ങളെ പഠിപ്പിക്കുകയൊക്കെ അച്ഛൻ ചെയ്യുമായിരുന്നു. നല്ലപോലെ ഇംഗ്ലീഷ് വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. അച്ഛന് സെക്രട്ടേറിയറ്റിൽ നിന്ന് മാസത്തിലൊരിക്കലൊക്കെയാണ് വീട്ടിൽ മാനാത്ത് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആയിരുന്നു അച്ഛൻ്റെ ജീവിതം. പക്ഷേ എൻ്റെ അച്ഛൻ്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മ വളരെ വാശിക്കാരിയായിരുന്നു, ഒരു തൻ്റെ അടക്കാരിയായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ നേരെ എതിരാളായിരുന്നു എൻ്റെ അച്ഛൻ. ശാന്തശീലൻ, പഞ്ചഭാവം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അമ്മ എന്താടാന്ന് ചോദിച്ചാൽ അമ്മ ഏതാടാന്ന് ചോദിക്കും. പക്ഷെ എൻ്റെ അച്ഛനും എന്താടാന്ന് ചോദിച്ചാൽ അച്ഛൻ മിണ്ടാതെ കേൾക്കാത്ത രീതിയിൽ അച്ഛനങ്ങ് തിരിച്ചു പോകും. അച്ഛനോട് ആരും അങ്ങനെ ചോദിച്ചിട്ടുമില്ല, അച്ഛൻ ആരോടും അങ്ങനെ പറയേണ്ട ആവശ്യവും വന്നിട്ടില്ല.
ഇത്രയും ശാന്തശീലനായ ഒരു മനുഷ്യനെ സത്യത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവരും എൻ്റെ കുടുംബത്തിൽ മക്കളും മക്കളും എല്ലാം ഉണ്ടല്ലോ, അവിടെ എല്ലാം ആണുങ്ങളുണ്ടല്ലോ. ഞങ്ങൾ തന്നെ 3 ആൺമക്കളുണ്ട്. പക്ഷെ ആ സ്വഭാവത്തിൽ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്, ഒരാളെ കിട്ടിയിട്ടുണ്ട്, ബാക്കി അങ്ങനെ 2 പേർക്കും കിട്ടിയിട്ടില്ല. മൂത്ത ചേച്ചിക്കും കിട്ടിയിട്ടുണ്ട് അച്ഛൻ്റെ സ്വഭാവം. ആരെന്ത് പറഞ്ഞാലും മിണ്ടാതിരുന്ന് കേൾക്കും. മറിച്ചൊരു ആൻസർ പറയാൻ അവർക്കറിയില്ല. അതേ സ്വഭാവക്കാരിയാണ് എൻ്റെ മൂത്ത ചേച്ചി. രണ്ടാമത്തെ ആങ്ങളെ അതുപോലെ അച്ഛൻ്റെ സ്വഭാവം കിട്ടിയിട്ടുണ്ട്. പിന്നെ അച്ഛന് കൂടുതലും മാംസാഹാരങ്ങളൊന്നും കഴിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് മീൻ കൂട്ടുമായിരുന്നു. മീൻ മാത്രം അങ്ങനെ കൂട്ടുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരു മദ്യമോ അങ്ങനെ ലഹരി സാധനങ്ങളോ ഒരു സിഗരറ്റോ ഒരു ബീഡിയോ ഒന്നും അച്ഛൻ്റെ ജീവിതത്തിന് അടുത്തോട്ട് പോലും പോയിട്ടില്ല. അടുത്തേ പോയിട്ടില്ല. അങ്ങനെയായിരുന്നു ആങ്ങളമാരെ വളർത്തിയത്. പിന്നെ അവരങ്ങനെ ഞങ്ങളുടെ കൺമുമ്പിലൊന്നും കണ്ടിട്ടില്ല ആരും വലിക്കുന്നു കുടിക്കുന്നു ഒന്നും. പക്ഷെ പിന്നീട് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ചകഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അറിയത്തില്ല. പക്ഷെ എൻ്റെ അച്ഛനതൊന്നും ചെയ്യത്തില്ലായിരുന്നു. ശുദ്ധഗതിക്കാരനായിരുന്നു. ഈ 6 മക്കളെയും അച്ഛൻ വളർത്തിയ ഒരേ ഒരു സത്യം ഞാൻ പറയട്ടെ, അച്ഛനിന്ന് എന്നോടൊപ്പം ഇല്ല, എന്നാൽ ഈ പറയുന്ന സത്യം തന്നെയാണ്. അച്ഛൻ ഞങ്ങളെ 6 പേരെയും അടിച്ചിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടില്ല, ഒന്ന് പിച്ചുക പോലും ചെയ്തിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞാൽ മോനെ അങ്ങനെ ചെയ്യരുത്. പെമ്മക്കളെ ആയാലും ആൺമക്കളെ ആയാലും വിളിക്കുന്ന ഒരേ ഒരു വേർഡാണ് മോനെ. മോളേന്ന് വിളിക്കത്തില്ല. എല്ലാവരും ചോദിക്കുമോ പെൺപിള്ളേരെ മോളെ എന്ന് വിളിക്കുന്നതിന് മോനെ എന്നാണ് വിളിക്കുന്നത്? അതെ, എൻ്റെ അപ്പു അച്ഛന് ഞങ്ങളെ മോനേനെ മാത്രമേ വിളിക്കുകയുള്ളായിരുന്നു. അങ്ങനെ ജോലിക്ക് പോയാലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ അമ്പലത്തിന് ഏത് പ്രദക്ഷിണം വയ്ക്കാതെ അച്ഛൻ കിടന്നുറങ്ങാറില്ല. രാവിലെ സമയം കിട്ടിയാൽ രാവിലെ, വൈകിട്ട് സമയം കിട്ടിയാൽ വൈകിട്ട് തീർച്ചയായും അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കും. ഏതെങ്കിലും ഒരു അമ്പല ദർശനം നടത്താത്ത ഒരു ദിവസം പോലും അച്ഛൻ്റെ ജീവിതത്തിലുള്ളതായിട്ട് എനിക്കറിയില്ല. പിന്നെ അച്ഛൻ പോയി കഴിഞ്ഞാൽ അച്ഛൻ പറയും കാണിക്കൊന്നും ഇടാനൊന്നും അച്ഛൻ പോകത്തില്ല. കൂടിപ്പോയാൽ 1 രൂപയോ അല്ലെ ഒരു 50 പൈസയോ അന്നത്തെ കാലത്തെ കാണത്തുള്ളൂ. അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ പറയും എന്തിന്, ഭഗവാനൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നേ, നമ്മൾ പോവാണെങ്കിൽ ഈ പൈസ നാം പൂജാരിക്ക് കൊടുക്കണം. അങ്ങേരല്ലേ അവിടെ പൂജയൊക്കെ ചെയ്യുന്നത് പാവം, അതുകൊണ്ട് പൂജാരിക്ക് കൊടുക്കാൻ മാത്രമുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് പോക്കറ്റില്ലാതെ ഇട്ടുകൊണ്ടാണ് അമ്പലത്തിൽ പോകുന്നത്. പിന്നെ എവിടെ പോയാലും കയ്യിലൊരു കുടയുണ്ടാവും. അത് മഴയാന്നേലും വെയിലാന്നേലും ശരി, അച്ഛൻ്റെ കഷ്ടത്തിലൊരു കുടയുണ്ടെന്നുള്ളത് തീർച്ചയാണ്. ഒരു കുട കയ്യിൽ, വെളുത്ത മുണ്ട്, വെളുത്ത ഷർട്ട്, പറ്റ വെട്ടിയ മുടിയെ, താടിയില്ല, മീശയില്ല, പിന്നെ ഒരു ഭസ്മക്കുറി. അച്ഛനൊരു കുഴപ്പം പറ്റിയത്, അച്ഛൻ തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഗണപതി കോവിലിലൊക്കെ എന്നും പോകും. അഭേദാനന്ദാശ്രമത്തിൽ എന്നും പോകുമായിരുന്നു. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അച്ഛൻ ചന്ദനം തൊടും. ചന്ദനം തൊട്ട് അച്ഛൻ്റെ നെറ്റി പൊള്ളി. പിന്നെ നെറ്റിയിലെ തൊലി കുറേശ്ശെ മാറാൻ തുടങ്ങി. അപ്പം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ചന്ദനം തേക്കരുത്, ഇപ്പോഴുള്ള ചന്ദനം ഒന്നും ശരിയല്ല എന്നും പറഞ്ഞ് പിന്നെ വീട്ടിലുണ്ടാക്കിയ ഭസ്മമാണ് അമ്മ കൊടുത്തു വിടും, അതാണ് നെറ്റി തൊട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അച്ഛൻ റിട്ടയർമെൻ്റൊക്കെ ആയി. ഞങ്ങളുടെ വിവാഹമെല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ആങ്ങളയുടെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ അവസാനം നേമത്തായിരുന്നു, ആങ്ങളയുടെ വീട്ടിലായിരുന്നു. മേളത്തെ നിലയിലാണ് അച്ഛൻ കിടന്നിരുന്നത്. താഴെ അണ്ണൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ താഴെ കിടക്കുമായിരുന്നു. അണ്ണനും മേളിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പം ഒരു ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് ചേട്ടത്തി പൊങ്കാലയ്ക്ക് പോയി. ആ സമയത്ത് അച്ഛന് വയ്യാതായിട്ട് ഒരാഴ്ച കൊണ്ട് വയ്യാതായിരുന്നു. പക്ഷേ ഞാനിവിടെ കേരളത്തിലല്ലാത്തതുകൊണ്ട് എന്നെ അറിയിച്ചൊന്നുമില്ല അച്ഛന് വയ്യ, അച്ഛൻ മരിക്കുമെന്നൊന്നും അവർക്കറിയില്ലായിരുന്നു. പക്ഷേ ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് അച്ഛന് തീരെ വയ്യാതായി. ചേട്ടത്തി പൊങ്കാലയ്ക്ക് പോകട്ടെ എന്ന് ചോദിച്ച് പോയിട്ട് പോകാമെന്നും പറഞ്ഞു വിട്ടു. അപ്പോൾ അവിടെ ചെന്ന് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം, അന്ന് ഹോളിയായിരുന്നു, അന്ന് എൻ്റെ മോന് ബോംബെയിൽ ഹോളി കത്തിക്കാൻ തുടങ്ങാൻ വിറകെല്ലാം കൊണ്ടിട്ടപ്പോഴാണ് പറഞ്ഞത് അച്ഛൻ മരിച്ചു വന്നു. പെട്ടെന്ന് അവിടുന്ന് പ്ലെയിൻ കയറി അച്ഛനെ കാണാനായിട്ട് ഞാൻ കേരളത്തിൽ വന്നു. എനിക്ക് വേണ്ടി ആ ബോഡി അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് അച്ഛൻ്റെ ദഹനം നടന്നത് നേമത്ത്. അങ്ങനെ അച്ഛന് പെട്ടെന്ന് ഒന്നും വലിയ അസുഖമായിട്ടൊന്നും കിടന്നില്ല, പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ട് തന്നെയാണ് അച്ഛൻ മരിച്ചത്. പക്ഷേ ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടായി അച്ഛന് ഇച്ചിരി പേടിയുള്ള ഒരു പുള്ളിയായിരുന്നു. ശുദ്ധഗതിക്കാരനല്ലേ, അപ്പം പെട്ടെന്ന് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ മനസ്സിൽ ഏൽക്കും. അപ്പം അണ്ണനോട് പറഞ്ഞെന്ന് രാവിലെ അമ്മുക്കുട്ടി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്, എന്നും രാത്രിയിൽ എന്നെ വിളിക്കുന്നുണ്ട്, ബാ മതി
വാ എൻ്റെ കൂടെ വാ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് 2 ദിവസമായിട്ട് രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തോ ആ പേടി കൊണ്ടാണോ എന്തോന്നറിയില്ല, അച്ഛന് ആ ഭയം ഉള്ളിലുണ്ടായിരുന്നു. എന്നാലും ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് ദേവിയുടെ പ്രപാദങ്ങളിൽ എൻ്റെ അച്ഛൻ്റെ ജീവൻ വെടിഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛനെ പോയി കണ്ടു. തിരിച്ചച്ഛൻ്റെ ദഹനം കഴിഞ്ഞ് ഞാൻ തിരിച്ച് മടങ്ങി. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ കഥ ഇത്രയുമാണ്. അച്ഛൻ്റെ പേര് ശങ്കരനാരായണൻ എന്നായിരുന്നു. GSN നായർ എന്നാണ് പറയുന്നത്, ജി ശങ്കരനാരായണൻ നായർ.